ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന തികച്ചും ഒരു ഉഡായിപ്പ് പരിപാടി നടത്താൻ ഒരുങ്ങുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് എന്നറിയില്ല, ശബരിമല യുവതീ പ്രവേശന വിഷയം മുതൽ ഇങ്ങോട്ട് അയ്യപ്പനോട് ഭയങ്കര സ്നേഹമാണ്. അയ്യപ്പന്റെ ആ ഒരു പുണ്യ പൂങ്കാവനത്തെ പൊളിച്ചടുക്കി തന്നെ ആകണം. ഇനിയിപ്പോ അവിടെ മറ്റേ എന്താ പറയാ ഡാൻസ് ബാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എന്താ പറയാ പലതരത്തിലുള്ള നിക്ഷേപമൊക്കെ നടത്തി അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഡബിൾ ഹാപ്പി. പക്ഷേ ആ ഒരു നീക്കത്തിനൊന്നും ഒരു തടയിടുകയാണ് നമ്മുടെ ഹൈക്കോടതി. കോടതി എല്ലാ കാര്യങ്ങളിലും ഒന്നും കാര്യം പറയാറില്ലെങ്കിലും പക്ഷെ സസൂക്ഷ്മം നിരീക്ഷിച്ച് പല കാര്യങ്ങളിലും ചില ചോദ്യങ്ങൾ ആരായും. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങളാണ്. നമുക്കറിയാം, ഈ ഒരു 9 വർഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന രീതിയിൽ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെയും നീണ്ട ലിസ്റ്റാണ് നമുക്ക് കിട്ടുക. അത്തരത്തിൽ പറയിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ട് ഒരുങ്ങിയത് കൊണ്ടാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം. ഇല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ഇതെന്തിനാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രസിദ്ധമാകുന്ന രീതിയിൽ ഇനി 2ാം ശ്രീനാരായണ ഗുരു ആകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചില കിംവദന്തികൾ അല്ലെങ്കിൽ കരക്കമ്പികളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. പിണറായിക്ക് അത്തരത്തിലൊരു മോഹമുണ്ട്, പുതിയ നവോത്ഥാന നായകൻ എന്നൊക്കെ പറയണം. സ്വയം ഫ്ലെക്സ് അടിച്ച് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഫ്ലെക്സ് അടിച്ച് വെച്ചത് കൊണ്ട് ആൾക്കാർ ഇപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കാറില്ല, ഫ്ലെക്സുകളിലേക്ക് ഇപ്പോൾ ആളുകൾ നോക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ പിണറായിക്ക് ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ കസേരയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പലതരത്തിലുള്ള ഒരു ചില പദ്ധതികളൊക്കെ ഉണ്ട്. ആ പദ്ധതികൾ ഒന്ന് മരുമോനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ആ കസേരയിലേക്ക് ഇരുത്തിക്കുക. ഇറങ്ങി പോകുമ്പോൾ ഏറ്റവും ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ചരിത്രമുള്ള മുഖ്യമന്ത്രി എന്ന ഖ്യാതി നേടുക എന്നുള്ളതാണ്. ഈ ഖ്യാതി നേടുക എന്ന് പറയുമ്പോഴാണ് PS വിഷയമൊക്കെ വരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമമോ ഹൈക്കോടതിയോ അതായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ കോടതി ഇക്കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾ നടത്താൻ പോകുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം? ആരാണ് ഇത് സംഘടിപ്പിക്കുന്നത്? ഈ 2 ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഈ 2 ചോദ്യങ്ങളും വിശ്വാസികളും അതല്ലാതെ മനസ്സിൽ നന്മയുള്ള ഓരോ ജനവും ഓരോ മനുഷ്യനും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ലാഭം ആർക്കാണ്? ഇത് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? പെട്ടെന്ന് ഒരു ദിവസം എന്തിന് പിണറായി സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ നിൽക്കുന്നു? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിണറായി സർക്കാർ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പല സംഗമങ്ങളും പല മീറ്റിങ്ങുകളും എന്ന് പറയുന്നത് പൗരപ്രമുഖരുമായിട്ട് നടത്തിയിട്ടുള്ളതാണ്. ഈ പൗരപ്രമുഖരുമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അതുപോലെ തന്നെയുള്ള പ്രമുഖരുമായിട്ടൊക്കെ ഉള്ള പല മീറ്റിങ്ങുകളൊക്കെ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടത്താൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കിംവദന്തികളൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംഗമം എന്തിന് നടത്താൻ പോകുന്നു? അതാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരക്ഷരം മിണ്ടാനായിട്ട് ദേവസ്വം ബോർഡിനും അറിയില്ല. ദേവസ്വം ബോർഡും പറയും ആ, സർക്കാരും പറയും ആ. ഇതല്ലാതെ മറ്റൊരു ഉത്തരം അവിടെ നിന്ന് കിട്ടാനില്ല. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ഭാഗമായാണ് അയ്യപ്പ സംഗമം എന്നാണ് പറയുന്നത്. അത് തന്നെ എത്രത്തോളം വിടുവായുത്തമാണ് എന്ന് ആലോചിക്കണം. ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് എല്ലാവരെയും, അതും നിരീശ്വരവാദികളായവരെ വിളിച്ചു കയറ്റാനുള്ള ഒരു സംഗമം നടത്തുകയാണോ വേണ്ടത്? അതല്ലെങ്കിൽ തന്നെ ഈ ശബരിമലയ്ക്ക് മാത്രം എന്താണ് ഇത്ര പ്രസക്തി? മറ്റനവധി ക്ഷേത്രങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാ മറ്റുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഒരു മുരുക സംഗമം നടത്തട്ടെ, അല്ലെങ്കിൽ ദേവി ഭക്തജന സംഗമം നടത്തട്ടെ? അതിനൊന്നും കഴിയുന്നില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ ഉഡായിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയൊരു രീതിയിൽ ഒരു പേര് കിട്ടില്ല. അയ്യപ്പനാകുമ്പോൾ ഈ ഒരു കേരളം മാത്രമല്ല,
അയ്യപ്പൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒടുനീളം എനിക്ക് തോന്നുന്നു കർണാടക, തമിഴ്നാട്, ഹിന്ദി ഹൃദയഭൂമി ഇവിടങ്ങളിൽ നിന്നെല്ലാം വലിയ രീതിയിലുള്ള ഭക്തർ ഉള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. ഈ ശബരിമലയിലേക്ക് വരുന്ന വൻകിട പാർട്ടികളെ ഉദ്ദേശിച്ച് മാത്രം ഈ ഒരു കാര്യം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റ് ദേവീ ദേവന്മാരുടെ പേരിലൊന്നും നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ആവശ്യം എന്നുകൂടി പറയുന്നുണ്ട്. ശബരിമല ആഗോള തീർത്ഥാടന കേന്ദ്രമാണ് എന്നുള്ളത് ഇപ്പോഴും ഈ തലയ്ക്ക് വെളിവില്ലാത്ത പിണറായിക്ക് മനസ്സിലായിട്ടില്ലേ? ഈ പിണറായി സർക്കാരിന് ഇത് മനസ്സിലായിട്ടില്ലേ? ശബരിമല അയ്യപ്പൻ എന്നും പറയുമ്പോൾ ആർക്കാണ് അറിയാത്തത്? ഈ ലോകം മുഴുവനും അറിയുന്നുണ്ടല്ലോ. എല്ലാവരും ഗൂഗിളിൽ എത്രയോ പേര് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എടുത്ത് പഠിച്ചിട്ട് എത്രയോ പോസ്റ്റുകൾ തന്നെ വരുന്നുണ്ട്. ഈ ഭാഷ അറിയാത്തവർ പോലും അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് കൃത്യമായും ഈ ചോദ്യങ്ങളിലുള്ള മറുപടിയിൽ നിന്ന്, അതായത് തടി തപ്പാനുള്ള ഈ ഉത്തരങ്ങളിൽ നിന്ന് കൃത്യമായും ഇത് ചില അജണ്ടകളോടുകൂടി നടത്തപ്പെടുന്ന ഒരു സംഗമമാണ് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായിട്ട് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഈ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും എത്തുന്നത്. ദേവസ്വം ബോർഡിൽ പൂർണ്ണമായിട്ടും CPM-കാരെ തിരികെ കയറ്റിയതോടുകൂടി ഭക്തർ സംഗമിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതോ ഒരു ക്ഷേത്രം എങ്ങനെ നടത്തിക്കണം എന്നുള്ളതോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് യാതൊരു ചിന്തയും ഇല്ലാതെ, അതുകൊണ്ടാണല്ലോ പല ഉത്സവ കമ്മിറ്റികളിലും ഈ പറയുന്ന ചെങ്കൊടി പറക്കുന്നത്, ചെഗുവേരയുടെ കൊടി പറക്കുന്നത്, വിപ്ലവ ഗാനങ്ങൾ മുഴങ്ങുന്നത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഒരു ആഘോഷവേളയിൽ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളുമായിട്ട് CPM പോകുമോ എന്നുള്ള ചോദ്യം കൂടി പൊതുജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ചോദിക്കാനുണ്ട്. ചില പ്രീണനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞു നടത്തുക. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പിന്നിൽ നിന്ന് കുത്തുന്നവരുണ്ട് എന്ന് പറയാറില്ല, അത്തരത്തിലാണ്. മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കെൽപ്പുണ്ടെങ്കിൽ പിണറായി സർക്കാർ ഇതിന് ഇറങ്ങട്ടെ. അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മാറ്റിവെക്കൂ. എന്തിനാണ് അയ്യപ്പനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിന് ആകമാനം കടമുണ്ട്. കടത്തിൽ മുങ്ങി, അതിൽ മുങ്ങി കുളിച്ചു, മൂക്കറ്റ മുങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല, അതിന് മീതെ മുങ്ങി കുളിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാനാണ് ലക്ഷ്യമെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പാകില്ല എന്നുള്ളത് വിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പന്തളത്ത് 22-ന് ശബരിമല സംരക്ഷണ സംഗമം നടത്താൻ ഒരുങ്ങുകയാണ്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് 22-ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നത് എന്നാണ്. മാത്രമല്ല ഇതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായിട്ട് മറ്റ് ഹിന്ദു സംഘടനകളും ഹിന്ദു മതവിശ്വാസികളും ദൈവവിശ്വാസികളും ഒക്കെ തന്നെ എത്താനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, എല്ലാവരുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിൽ തൊട്ടാൽ എല്ലാത്തിലും തൊടാനുള്ള നട്ടലുണ്ടെങ്കിൽ പിണറായി സർക്കാർ ഈ ഒരു സംഗമം നടത്തട്ടെ. ഇല്ലെങ്കിൽ കോടതി ചോദിച്ചതിന് കൃത്യമായ ഉത്തരം പറയാൻ പിണറായി സർക്കാരിന് കഴിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.